നമസ്കാരം, ഞാൻ ഡോക്ടർ ബിനു, കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ്, നിർമ്മല ഹോസ്പിറ്റൽ, കോഴിക്കോട്. ആർത്തവ സമയത്തുണ്ടാവുന്ന അമിതമായ രക്തസ്രാവം പേടിക്കേണ്ടതുണ്ടോ? ഇതിനെ നമ്മൾ അബ്നോർമൽ യൂട്രൈൻ ബ്ലീഡിംഗ് എന്നാണ് പറയുന്നത്. ഈ ബ്ലീഡിങ്ങിന്റെ കാരണങ്ങൾ സ്ട്രക്ചറൽ കോസസ് ആവാം, അല്ലെങ്കിൽ നോൺ സ്ട്രക്ചറൽ കോസസ് ആവാം. സ്ട്രക്ചറൽ കോസസ് എന്ന് പറയുന്നത് ഗർഭപാത്രത്തിന്റെ നോർമൽ ആയിട്ടുള്ള ഘടനയെ ബാധിക്കുന്ന അസുഖങ്ങളാണ്. അതായത് ഫൈബ്രോയിഡ്സ്, ഗർഭാശയ മുഴകൾ, ഗർഭപാത്രത്തിൽ ഉണ്ടാവുന്ന ദശകൾ, പോളിപ്പ് എന്ന് പറയും, അല്ലെങ്കിൽ എന്തെങ്കിലും ഗർഭപാത്രത്തിന് ഭിത്തിക്ക് ഉണ്ടാവുന്ന തടിപ്പ്, അർബുദം, ഇവയെല്ലാം സ്ട്രക്ചറൽ കോസസിൽ വരുന്നതാണ്. നോൺ സ്ട്രക്ചറൽ കോസസ് എന്ന് പറഞ്ഞാൽ ഗർഭപാത്രം നോർമൽ ആയിരിക്കും, എന്നാലും ശരീരത്തിൽ ഉണ്ടാവുന്ന വേറെ കുറച്ച് പ്രശ്നങ്ങൾ കാരണം ബ്ലീഡിങ്ങിന്റെ പ്രശ്നം ഉണ്ടാവുന്നതാണ്. ആർത്തവ വിരാമത്തോട് അടുപ്പിച്ചിട്ടുള്ള സ്ത്രീകളിൽ അവസാനത്തെ കുറച്ച് വർഷങ്ങളിൽ, ഒരു 40-50 വയസ്സുകളിലൊക്കെ ഹോർമോണുകളുടെ കുറച്ച് ഏറ്റക്കുറച്ചിലുകൾ കാരണം ബ്ലീഡിംഗ് ഉണ്ടാവാറുണ്ട്. അതേപോലെ കൗമാര പ്രായക്കാരായ കുട്ടികളിലും ആർത്തവം തുടങ്ങുന്ന 2-3 വർഷങ്ങളിലും ഈ ബ്ലീഡിംഗ് കാണാറുണ്ട്. ഈ ശരീരത്തിലെ രക്തം കട്ട പിടിക്കാതെ വരുന്ന അവസ്ഥ ജന്മനായുള്ള അസുഖം കൊണ്ടാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്നതിന്റെ ഭാഗമായിട്ട്. ഈ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖത്തിനൊക്കെ രക്തം കട്ടയാവാതിരിക്കാനുള്ള മരുന്ന് സ്ഥിരമായി കഴിക്കുന്ന സ്ത്രീകളുണ്ട്. അവർക്കും ഈ ഹോർമോണിന്റെ ഈ ബ്ലീഡിങ്ങിന്റെ പ്രശ്നം ഉണ്ടാവാറുണ്ട്. ഗർഭപാത്രത്തിലെ കോപ്പർ ടീ പോലെ എന്തെങ്കിലും ഡിവൈസസ് ഇട്ടിട്ടുള്ള സ്ത്രീകളിൽ അതിന്റെ പൊസിഷൻ ചേഞ്ച് ആവുമ്പോഴും ബ്ലീഡിംഗ് കണ്ടുവരാറുണ്ട്. കോമൺ ആയിട്ട് വേറെ ഒന്ന് തൈറോയ്ഡ് ഹോർമോണിന്റെ പ്രശ്നമാണ്. തൈറോയ്ഡ് ഹോർമോണിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സ്ത്രീകളിലും ഇതേപോലെ ബ്ലീഡിംഗ് കണ്ടുവരാറുണ്ട്. സോ ഇതിൽ ഏതാണ് നിങ്ങളുടെ ബ്ലീഡിങ്ങിന്റെ കാരണം എന്ന് കണ്ടുപിടിച്ച് അതിന് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പൂർണ്ണമായും ഭേദമാക്കാവുന്നതാണ്.